കാര്യം ഇത്രയേ ഉള്ളൂ. പ്രതിപക്ഷം ഭരണപക്ഷത്തെ തിരുത്താൻ നിരവധി വട്ടം ശ്രമിച്ചു. പ്രതിപക്ഷം മാത്രമല്ലല്ലോ, നിങ്ങളുടേത് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, കേരളത്തിലെ പൊതുസമൂഹം, മാർക്സിസ്റ്റ് പാർട്ടിക്കാരടക്കമുള്ള സാധാരണ മനുഷ്യർ എത്രയോ വട്ടമായിട്ട് ഈ കാര്യം പറയുന്നു. സംസ്ഥാന സർക്കാർ തിരുത്തിയോ? ആരൊക്കെ എത്ര വട്ടം പറഞ്ഞാലും തിരുത്താത്ത ആളുകളോട് പറയുന്നതിനേക്കാൾ ഭേദമാണ് എ റഹീം പറഞ്ഞതുപോലെ തെരുവ് നായ്ക്കളോടൊന്ന് പറഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ അവർ കടിക്കാതിരുന്നെങ്കിലോ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത് ഞാൻ ചോദിക്കട്ടെ, കടിയേൽക്കുന്നവരിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റുമോ? ഇല്ലല്ലോ. കടിയേൽക്കുന്നവരിൽ പിണറായി വോട്ട് ചെയ്ത ആളുകൾ ഉണ്ടാകാമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും മനുഷ്യത്വത്തോടു കൂടിയാണ് ഈ വിഷയത്തെ അഡ്രസ് ചെയ്യേണ്ടത്. 2 ഡസൻ ഒന്ന് നിർത്താമോ അരുൺകുമാറെ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു വാക്ക് പോലും താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല. ഇതാണ് സാമാന്യ മര്യാദ വേണമെന്ന് പറഞ്ഞേ. താങ്കൾ എത്ര സമയം സംസാരിച്ചതാ? 2 ഡസൻ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി 900 പോലീസുകാരെ പെരുവഴിയിൽ വെയിലത്ത് നിർത്തിക്കൊണ്ട് യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് തെരുവുനായെ കാണേണ്ടി വരില്ല. പക്ഷെ വാഹനങ്ങളും കാറുകളും അകമ്പടിയും ഇല്ലാത്ത സാധാരണക്കാരൻ പെരുവഴിയിൽ ഇറങ്ങി നടക്കുമ്പോഴാ തെരുവുനായുടെ കടിയേൽക്കുന്നത്. അവന്റെ സങ്കടം കേൾക്കാതെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസംഗം നടത്താൻ പാടില്ല. അടുത്തത് താങ്കൾ പറഞ്ഞത് എന്താ? അല്ലല്ല, ഞങ്ങളെ പോലുള്ളവരുടെ ചോദ്യങ്ങളെ വന്ധീകരിക്കാൻ വേണ്ടിയിട്ട് CPM ശ്രമിക്കേണ്ട. നാട്ടിലെ ആളുകൾ തെരുവുനായുടെ കടിയേൽക്കുമ്പോൾ ഉയർത്തുന്ന ചോദ്യങ്ങളെ വന്ധീകരിക്കാൻ ശ്രമിക്കേണ്ട. ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. ഞാൻ ചോദിക്കട്ടെ, പഞ്ചായത്തുകൾ മാത്രമല്ല, ABC പദ്ധതി നടപ്പാക്കുന്നത് പഞ്ചായത്ത് മാത്രമല്ല, മൃഗ സംരക്ഷണ വകുപ്പ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലല്ലേ? കുടുംബശ്രീ സംസ്ഥാന സർക്കാരിന്റെ കീഴിലല്ലേ? നിങ്ങൾ കണക്കുണ്ടെന്ന് പറയുമ്പോൾ കണക്ക് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരണ്ടേ? ഇതിനു വേണ്ടി ചെലവഴിച്ച അരുൺകുമാറെ നിർത്താൻ മാത്രമാണ്. എന്നോട് ക്ഷമിക്കണം, സമയം കഴിഞ്ഞുകൊണ്ട്. നമ്മൾ ഇവിടെ തെരുവുനായ കടിച്ചിട്ടാണ് ആ കുട്ടി മരിച്ചത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഈ പറഞ്ഞ് പിന്നെ തെരുവുനായ കടിച്ചിട്ടല്ല എന്നുള്ള രീതിയിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഞാൻ കണ്ടത്. കുറച്ചുകൂടി തർക്കം മുന്നോട്ട് പോയിരുന്നെങ്കിൽ. ഇവിടെ തെരുവ് നായകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്, തെരുവ് നായകൾ നിരവധി ആളുകളെ കടിക്കുന്നുണ്ട് എന്നുള്ള വാചകം പറഞ്ഞത് അരുൺകുമാറാണ്. അങ്ങനെ നിരവധി ആളുകളെ കടിക്കുന്ന രീതിയിൽ തെരുവ് നായകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ്? അത് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനം അവലോകനം ചെയ്യാൻ ഇവിടെ സംസ്ഥാനത്തൊരു തദ്ദേശ സ്വയംഭരണ വകുപ്പും MP രാജേഷ് എന്ന് പറയുന്ന മന്ത്രിയുണ്ട്. ഇവർക്കൊക്കെ എന്താണ് പണി? രണ്ടാമത്തത്, ഈ വാക്സിൻ എടുത്തതിന് ശേഷം ആളുകൾ മരിക്കുന്നു. 20ഓളം ആളുകൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള സംശയങ്ങൾ വരുന്നു. ഒന്ന്, വാക്സിന്റെ ഗുണനിലവാരം. 2, വാക്സിന്റെ ഗുണനിലവാരത്തെ കുറിച്ചിട്ട് സംശയം ഉന്നയിച്ചത് കേരളത്തിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്, സാധാരണക്കാരുമല്ല. രണ്ടാമത്തത്, വാക്സിൻ എടുക്കുന്ന രീതിയിലുള്ള ചില പിഴവുകൾ. നമുക്ക് മുമ്പ് സംസാരിച്ച ഡോക്ടർ പറഞ്ഞതുപോലെ, മറ്റു പല എക്സ്പേർട്ടുകളും പറഞ്ഞതുപോലെ, ഈ വാക്സിൻ എടുക്കുന്നതിന്റെ ശ്രദ്ധക്കുറവും അതിന്റെ പരിചയക്കുറവും അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട്. മൂന്നാമത്തത്, ഇതുമായി ബന്ധപ്പെട്ട കാര്യം എടുക്കുന്നത്, ഈ കഴിഞ്ഞ 5 വർഷം അരുൺകുമാർ പറഞ്ഞ മറ്റൊരു കളവായ വാദം എന്താണെന്ന് വെച്ചാൽ, തെരുവുനായ കടിച്ചുള്ള മരണത്തിന്റെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നാണ്. പേവിഷബാധയിലൂടെ മരണത്തിന്റെ എണ്ണം കുറഞ്ഞു വരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 2021-ൽ 14, 22-ൽ 23, അതങ്ങനെ തുടർന്ന് ഇപ്പോൾ 102ഓളം മനുഷ്യർ മരിക്കുന്നു 5 കൊല്ലത്തിനിടയിൽ. അതായത് മരണത്തിന്റെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ കുറയുകയല്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പോൾ അരുൺകുമാർ പറഞ്ഞ രണ്ടാമത്തെ വാദവും തെറ്റാണ്. വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് മരണപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, മരണപ്പെട്ടവരിൽ നമ്മുടെ കുട്ടികളുടെ അടക്കം പ്രായമുള്ള കുട്ടികളുണ്ട് അരുൺകുമാറെ. അപ്പൊ നമുക്ക് എങ്ങനെയാ ഒരു മരണം പോലും, വിരലിൽ എണ്ണാവുന്ന മരണം, മറ്റ് പല സംഭവങ്ങളെയും നിങ്ങൾ ഒറ്റപ്പെട്ടത് എന്ന് പറയുന്ന അതേ ലാഘവത്തോടെയാണ് ഈ കൊച്ചുകുട്ടികൾ മരിക്കുന്നതിനെ പോലും വിരലിൽ എണ്ണാവുന്നവർ എന്ന് പറയുന്നത്. ഈ സംസ്ഥാനത്തെ പൗരന്മാരാണ് അവർക്ക് എന്ത് സുരക്ഷയാണ് നമ്മുടെ സർക്കാരുകൾ ഒരുക്കി കൊടുക്കുന്നത്? അത് പ്രാദേശിക സർക്കാർ ആയിക്കോട്ടെ, സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ. ഉത്തരവാദിത്തം ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ മേനക ഗാന്ധിക്കും രാജ്നാഥ് സിംഗിനും കേന്ദ്ര സർക്കാരിനും കേന്ദ്ര നിയമങ്ങളുടെ മേൽ പരിചാരിക്കൊണ്ട് കുറെ കാലങ്ങളായി രക്ഷപ്പെടാൻ തുടങ്ങിയിട്ട്. വന്യജീവി പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇത് തന്നെ പറയും, തെരുവുനായയുടെ വിഷയത്തിൽ നിങ്ങൾ ഇത് തന്നെ പറയും. അപ്പോ ഞാൻ ചോദിക്കുന്നത്, നിയമം അനുസരിക്കുന്നത് കൊണ്ടാണ് അത്ര തെരുവുനായ നമ്മളെ കടിക്കുന്നത് എന്നാണ് അരുൺകുമാറിന്റെ വാദം. നിങ്ങൾ നിയമം എല്ലാം അനുസരിക്കുന്നവരാണോ? നിങ്ങൾ റോട്ടിൽ പന്തൽ കെട്ടി നിങ്ങൾ സമ്മേളനം നടത്താറുണ്ടല്ലോ, നിങ്ങൾ റോഡിൽ തടഞ്ഞ് സമ്മേളനം നടത്താറുണ്ടല്ലോ, നിങ്ങൾ ആളുകളെ ആക്രമിക്കാറുണ്ടല്ലോ, കൊല്ലാറുണ്ടല്ലോ, പൊതുവഴി വാഹനങ്ങൾ അടിച്ചു തകർക്കാറുണ്ടല്ലോ, സർക്കാർ ഓഫീസുകൾ അടിച്ചു തകർക്കാറുണ്ടല്ലോ. ഇതൊക്കെ നിയമം അനുസരിക്കാതെയല്ലേ ചെയ്യുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ നിങ്ങൾ വല്ലാതെ അങ്ങ് നിയമം പാലിക്കുമ്പോൾ ഇവിടെ മരിച്ചു വീഴുന്നത് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ്. അതിന് നിങ്ങൾക്ക് മറുപടിയില്ല. നിങ്ങൾ മേനക ഗാന്ധിയിലേക്ക് പോകാതെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് എന്ത് ഉത്തരവാദിത്വം ഉണ്ട് എന്നുകൂടി പറയണ്ടേ? എല്ലാം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ വെക്കാതെ സംസ്ഥാന സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു? അടുത്തത് താങ്കൾ പറഞ്ഞത് എന്താ? പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്,
പ്രതിയാണ്, അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിയാണെന്ന്. ആ പഞ്ചായത്തിലെ പ്രസിഡന്റ് അടക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, കേരളത്തിലെ പ്രതിപക്ഷം അടക്കമുള്ള ആളുകൾ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിലുള്ള കൃത്യവിലോപം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് അവലോകനം നടത്തി നടപടി സ്വീകരിക്കാൻ ഇന്നുവരെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് MP രാജേഷിന്റെ മന്ത്രി എന്നുള്ള അദ്ദേഹത്തിന്റെ വകുപ്പിന് സാധിച്ചിട്ടുണ്ടോ? അരുൺകുമാർ പറഞ്ഞാൽ ഞാൻ ആ വാദം സമ്മതിക്കാം. അടുത്തത് താങ്കൾ പറഞ്ഞ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരുവ് നായകളുടെ എണ്ണം കുറയ്ക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുള്ള ഫണ്ട് കൊടുക്കുന്നു. എത്ര രൂപ കൊടുത്തു, എത്ര രൂപ കൊടുക്കാതിരുന്നു? കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റുമോ? അരുൺകുമാറിനെ ഞാൻ വെല്ലുവിളിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിലുള്ളത് ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഫണ്ട് വിഹിതം വെട്ടിക്കുറച്ച സർക്കാർ പിണറായി വിജയന്റെ സർക്കാർ. നിങ്ങൾ സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പ്രശ്നമില്ലെന്ന് പറയും, പിറ്റേ ദിവസം തൊട്ട് സകല വകുപ്പുകളുടെയും ഫണ്ട് വിഹിതം വെട്ടിക്കുറച്ച ഒരു സർക്കാർ കേരളം ഭരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ തെരുവ് നായയുടെ പ്രശ്നം വരുമ്പോൾ അത് പഞ്ചായത്തുകളുടെ തലയിലിടുന്നു. ഞാൻ ചോദിക്കട്ടെ, കൊച്ചിൻ കോർപ്പറേഷൻ ഭരിക്കുന്നത് CPM ആണല്ലോ. ആ കൊച്ചിൻ കോർപ്പറേഷൻ, ഞാൻ ഈ മനോരമ ചാനലിലേക്ക് വരുന്ന വഴിക്ക് ഒരു 10ലധികം തെരുവ് നായകളെ വഴിയിൽ കാണുന്നുണ്ട്. ഇത് നിയന്ത്രിക്കാൻ കൊച്ചിൻ കോർപ്പറേഷൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അനിൽകുമാർ എന്ന് പറഞ്ഞ മേയർ രാജിവെക്കാൻ നിങ്ങൾ പറയോ? ആ കൊച്ചിൻ കോർപ്പറേഷനിലെ CPMന്റെ ഭരണസമിതിയുടെ കഴിവുകേടാണെന്ന് നിങ്ങൾ പറയോ? അപ്പൊ നിങ്ങൾ അങ്ങനെ പറയണം. പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അവരെ തിരുത്തുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ പക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യാം അരുൺകുമാർ, കേരളത്തിലെ തെരുവ് നായകളോടൊക്കെ റഹീം പറഞ്ഞതുപോലെ, നായ്ക്കളെ, കേരളം ഭരിക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ അത് സൂക്ഷിച്ച് കടിക്കണം എന്ന് പറയാം. അല്ലെങ്കിൽ നായ്ക്കളോട് പറയാം, സാധാരണക്കാരെ കടിക്കരുത്, ഈ ഇത്തരക്കാരെ മുഴുവൻ കടിക്കാൻ പറയാം. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ പറയാ? ഈ തെരുവ് നായകളെ നിയന്ത്രിക്കാൻ നിങ്ങൾ ഷെൽട്ടർ ഹോമുകൾ കൊണ്ടുവന്നോ? വന്ധീകരണ പദ്ധതി എത്രത്തോളം ക്രിയാത്മകമായിട്ട് ത്തോളം വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ പറ്റി? താങ്കൾ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ ഒരു ഉദാഹരണം പറഞ്ഞു. അവിടുത്തെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ നേതൃത്വത്തിൽ ഊർജിതമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അതിൽ കുറ്റങ്ങൾ കണ്ടെത്തി അതിന് പുറകിൽ പരാതി കൊടുത്തവരിൽ നിങ്ങളുടെ പക്ഷത്തുള്ള ആളുകളുണ്ട്. ആ കേസെടുത്ത് വേട്ടയാടിയതിൽ നിങ്ങളുടെ പക്ഷത്തുള്ള ആളുകളുണ്ട്. തെരുവ് നായകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെമ്പാടും പ്രതിപക്ഷം കൃത്യമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ കൃത്യമായിട്ട് നമ്മുടെ സ്റ്റാൻഡ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, സമരങ്ങൾ ചെയ്തിട്ടുള്ളതാണ്, നമ്മളെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇനി UDF അടക്കമുള്ള ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിക്കേണ്ടത്, അതിന് മേൽനോട്ടം വഹിക്കുകയും അവലോകനം നടത്തുകയും നിയമ നടപടി സ്വീകരിക്കുകയും അവരെ നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത്, അവരെ നേർവഴിക്ക് നയിക്കേണ്ടത് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പല്ലേ? ഞാൻ ചോദിക്കുന്ന അത് എവിടെയാണ് അവർ പ്രവർത്തിക്കുന്നത്? ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവുകേടിലേക്കല്ല നമ്മൾ ഇതിനെ ചുരുക്കേണ്ടത്. ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിവ് കുറവ് വന്നതുകൊണ്ടോ അവരുടെ നിയന്ത്രണത്തിൽ പിഴവുകൾ സംഭവിച്ചത് കൊണ്ടാണോ കേരളത്തിലെമ്പാടും തെരുവ് നായകൾ പെറ്റുപെരുകി മനുഷ്യരെ കടിച്ചു കൊല്ലുന്നത്? ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ പറയാം, ഏതെങ്കിലും ഒരു കോൺഗ്രസ് UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ മാത്രമാണ് സംഭവിക്കുന്നത്, ഇത് ആ പഞ്ചായത്ത് ഭരണസമിതിയുടെ മാത്രം കഴിവുകേടാണെന്ന് പറയാം. അങ്ങനെയല്ല. സംസ്ഥാനത്തെമ്പാടും ഇത് നടക്കുന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൊടുക്കേണ്ട ഫണ്ട് വിഹിതം വെട്ടിക്കുറച്ചു, കൊടുക്കാതിരിക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യാതിരിക്കുന്നു, അത് അവരുടെ പ്രവർത്തനങ്ങളെ നേർവഴിക്ക് നയിക്കാതിരിക്കുന്നു. അവർക്ക് പിശക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ട സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് അത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് നമ്മൾ നേരെ ഡൽഹിയിൽ മോദിയുടെയും രാജ്നാഥ് സിംഗിന്റെ അടുത്തേക്ക് പോകണ്ടല്ലോ. ഇവിടെയല്ലേ അത് പരിഹരിക്കേണ്ടത്. എല്ലാത്തിനും നമുക്ക് BJPയെ പഴിചാരണ്ട, എല്ലാത്തിനെയും മോദിയെ പഴിചാരണ്ട. ഇവിടെ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? എനിക്ക് അതാണ് അറിയേണ്ടത്. ഇവിടെ വാക്സിന്റെ ഷെൽഫ് ലൈഫുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉയരുന്നു, വാക്സിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ആക്ഷേപം ഉയരുന്നു, വാക്സിൻ എടുക്കുന്നതിലെ ശാസ്ത്രീയപരമായിട്ടുള്ള ചില കുറവുകളെ കുറിച്ചിട്ട് ആശങ്ക ഉയരുന്നു. ഇത്തരം വിഷയങ്ങളെ അഡ്രസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇനി പകരം വാക്സിൻ എടുക്കേണ്ട സാഹചര്യം വരുന്നത് എപ്പോഴാ? ഈ പറഞ്ഞ നായ്ക്കൾ കടിക്കുമ്പോഴാണ്. നായ്ക്കൾ കടിക്കുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നത്? നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ. സംസ്ഥാന തലത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനോ തെരുവ് നായകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനോ വന്ധീകരണ പദ്ധതികൾക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഷെൽട്ടർ ഹോമുകൾ ഒരുക്കുന്നതിനോ സംസ്ഥാന സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു? ഇത് സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് പിണറായി വിജയൻ സർക്കാരല്ലേ? MP രാജേഷിന്റെ വകുപ്പല്ലേ? മറുപടി പറയേണ്ടത് ഇവരല്ലേ? അത് മറുപടി പറയാതെ ഈ കാര്യത്തിൽ രാഷ്ട്രീയം പറയുകയല്ലേ? ഇതിന് മന്ത്രിസഭയിൽ നിന്ന് പോലും ഇക്കാര്യത്തിലുണ്ടായ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വെളിപ്പെടുത്തൽ എന്താണ്, വിമർശനങ്ങൾ എന്താണ്? ഇതൊക്കെ പ്രശ്നമാണല്ലോ.